My soul rejoices in my Lord. മഹത്വത്തിൻ പുണ്യചിഹ്നം മരകുരിശ്, സഹനത്തിൻ ജീവനാളം മരകുരിശ്, സ്നേഹത്തിൻ അടയാളം, ത്യാഗത്തിൻ ആധാരം, യേശുദേവൻ ചോര ചിന്തിയ മരകുരിശ്. മഹത്വത്തിൻ പുണ്യചിഹ്നം മരകുരിശ്. ഈ നാളുകളിൽ കുരിശും അതിൻ്റെ അർത്ഥവും പുനരുത്ഥാനവും അതിൻ്റെ ആനന്ദവും ആണല്ലോ പ്രധാനമായും നമ്മുടെ ധ്യാന വിഷയം. യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ രക്ഷാമാർഗം കുരിശിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തിയത്. കാൽവരി കുരിശിലൂടെ ലോകം അത് കണ്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ക്രിസ്തുഗാഥയിൽ 1 കൊരിന്ത്യർ 1:18 പറയുന്നു, കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു. 3.5 വർഷക്കാലത്തെ തൻ്റെ ജീവിതം ഒരു പീഡാസഹനയാത്രയായിരുന്നു. അത് കണ്ട് മനസ്സിലാക്കിയ ശിഷ്യന്മാരെ ഒന്നുകൂടി താൻ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് പെസഹ സന്ധ്യ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച കാൽവറിയിലെ ഒരു കുരിശിൽ താൻ ബലിയായിത്തീരുന്നു. മനസ്സിൻ്റെ കുഞ്ഞോളങ്ങളിൽ പൊങ്ങിയും താണും രൂപമെടുക്കുന്ന അടങ്ങാത്ത ദൈവസ്നേഹമാണല്ലോ കുരിശു നൽകുന്ന സന്ദേശം. ദൈവസ്നേഹത്തിൻ്റെ ഉയരവും ആഴവും പരപ്പും അളക്കുന്ന അളവുകോലാണ് കുരിശ്. പാപമില്ലാത്തവനായ താൻ പാപികൾക്ക് വേണ്ടി ബലിയായിത്തീർന്നപ്പോൾ ആ ത്യാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരികയാണ് മുണ്ഡനം ചെയ്യപ്പെട്ട ജീവിതം എന്ന നോവലിലെ പ്രശസ്ത സാഹിത്യകാരനായ എം മുകുന്ദൻ്റെ വാക്കുകൾ. കലിപൂണ്ട കണ്ണുകളുമായി എല്ലാ വ്യവസ്ഥകളും ഒരുവനോട് ചോദിക്കുന്നു, ദാഹിക്കുന്നവന് വെള്ളം കൊടുപ്പാൻ നീ ആര്? ജ്ഞാനോദയങ്ങൾക്കും സദാചാരങ്ങൾക്കും വ്യവസ്ഥിതി എതിരാകുന്ന ചിത്രമല്ലേ ഇന്നിൻ്റെയും? അവിടെ യോഹന്നാന്മാരുടെ ശിരസ്സുകൾ ഉരുളുന്നു. യേശുക്രിസ്തുമാർക്ക് കുരിശ് ഉയരുകയും ചെയ്യുകയുള്ളൂ. Let me quote a few lines from the sacrament of holy matrimony. Cross is the sign of peace. Cross is the sign of victory. We are safe through the cross and will glorify you. ശുഭചിഹ്നം തൻ ശ്ലീബ, വിജയക്കൊടി തൻ ശ്ലീബ, നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴും നൂലും. രൂപമുള്ള കുരിശ് യേശുതമ്പുരാൻ്റെ കുരിശിന്മേലുള്ള പരമയാഗവും, രൂപമില്ലാത്ത ശ്ലീബ മരണത്തെ വിട്ട് മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിനെയും ആണ് അർത്ഥമാക്കുന്നത്. പീഡാസഹനയാത്ര, കുരിശ് ലോകത്തിന് നൽകിയ സൗരഭ്യം ഞായറാഴ്ച ആരാധനയിലെ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിൻമുറിവുകളീന്നേറ്റേൻ മൂറോൻ മണമെന്നാഥ, നിന്മാറു തുറന്നു രക്തം വാർന്നും കണ്ടേ ഞാൻ. കാവ്യമധുരിമയോടെ നാം പാടുന്ന ഈ ഗാനം ഇപ്രകാരമാകുന്നു. ഗോകുൽത്തായിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിൻ്റെ ഗന്ധം മോറോൻ്റെ പരിമളം പോലെ താഴേക്ക് പരന്നു ചെന്നതും, പട്ടിന്നൂര് പോലുള്ള തൻ്റെ ചെഞ്ചുണ്ടുകൾ രക്തമണിയുന്നതും കണ്ട് ഗോകുൽത്തായിലേക്ക് കുതിച്ചുപോയ ഭക്തയെ പട്ടാളക്കാർ തടഞ്ഞു നിർത്തുന്നതും, അവരെ മറികടന്ന് അവൾ കുരിശിൻ്റെ സമീപത്ത് ഓടി എത്തുന്നതും ഈ രംഗം
കാവ്യമധുരിമയോടെ നാം കേൾക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ടോ? മനസ്സിൻ്റെ കുഞ്ഞോളങ്ങളിൽ പൊങ്ങിയും താണും രൂപമെടുക്കുന്ന അടങ്ങാത്ത ദൈവസ്നേഹമാണല്ലോ വിശുദ്ധ വാരാചരണത്തിലെ പീഡാസഹനയാത്ര നാളുകൾ. മഹത്വത്തിൻ്റെ പുണ്യചിഹ്നവും സഹനത്തിൻ്റെ ജീവനാളവുമായ കുരിശ് പ്രധാനമായും ഈ നാളുകളിൽ ക്രിസ്തുഭക്തരുടെ പ്രധാന ധ്യാന വിഷയമാകുന്നു. മിക്ക വെള്ളിയാഴ്ചകളിലും വിശിഷ്യ ഈ നാളുകളിലും ക്രിസ്തു ഭക്തരുടെ ഒരു പ്രധാന ആചാര ആഘോഷമാണല്ലോ വയാ ഡൊലറോസ. വയാ ഡൊലറോസ ഐ മീൻ ദി സ്റ്റേജസ് ഓഫ് ജീസസ് ലാസ്റ്റ് walk and the events took place in the way to the crucifixion. They are indicated by 40 stations of the cross. 9 of these points are actually along the Via Dolorosa, and 5 are inside the Church of the Holy Sepulchre or the Holy Empty Tomb. പ്രോത്തോറിയം മുതൽ കാൽവറി വരെയുള്ള യേശുതമ്പുരാൻ്റെ കുരിശിൻ്റെ വഴി 14 സ്റ്റേഷനുകളായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കുരിശ് നൽകുന്ന സന്ദേശം ഫറവോ രാജാക്കന്മാരുടെ തേരോട്ടത്തിൻ്റെ ശബ്ദമോ റോമാ സീസർമാരുടെ കുതിരക്കുളമ്പടികളുടെ ശബ്ദമോ അല്ല. അരുമനാഥൻ്റെ ശബ്ദം സ്നേഹത്തിൻ്റെ ഭാഷയിലായിരുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. നിങ്ങൾക്ക് ഒരു നാഴിക എങ്കിലും എന്നോടുകൂടി ഉണർന്ന് ഇരിപ്പാൻ കഴിയുകയില്ലയോ എന്ന് സ്വശിഷ്യവൃത്തത്തോട് ചോദിച്ച ഹൃദയത്തിൻ്റെ തേങ്ങൽ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. ആ ദൃഢ ശബ്ദം, യെരൂശലേമേ യെരൂശലേമേ, നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന ഹൃദയത്തിൻ്റെ ചിന്ത. കഫർന്നഹൂമിലെ വേദശാസ്ത്രജ്ഞന്മാരുടെ ദിവ്യശാസ്ത്രത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കുന്ന ആ വലിയ ശബ്ദം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നുവോ എന്ന് ചോദിച്ച പിതാവിൻ്റെ ശബ്ദം. പത്രോസേ, കോഴി 3 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും എന്ന് ചോദിച്ച ആ രോദന ശബ്ദം. ഈ ശബ്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലേണ്ട ശബ്ദമാണ്. അവിടെയാണ് കുരിശിൻ്റെ സന്ദേശത്തിൻ്റെ പ്രസക്തി. മറിച്ച് എല്ലാ ദുഃഖവെള്ളിയാഴ്ചയിലും നാം ചെയ്യുന്ന പോലെ ഒരു കുരിശും പേറി ആഘോഷമായി നമ്മുടെ ദുഃഖങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ചില നാടകീയമായ അനുഭവങ്ങളാക്കി മാറ്റാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന യഥാർത്ഥ സ്നേഹം, ദ ലവ് നോട്ട് ലാസ്റ്റ്, അങ്ങനെയൊരു സ്നേഹമായി തീരുവാൻ ഈ വാരാചരണം നമ്മൾക്ക് ഇടയായിത്തീരണം. അരുമനാഥൻ്റെ ശബ്ദം സ്നേഹത്തിൻ്റെ ഭാഷയിലായിരുന്നു. രുചി വെടിഞ്ഞ് രുചി പകരുന്ന, ധൂർത്തും ആർഭാടവും ഒഴിവാക്കുന്ന ഒരു ജീവിതചര്യ ദൈനംദിന ജീവിതത്തിൽ നാം പുലർത്തുമ്പോൾ കുരിശ് നമുക്ക് നൽകുന്ന സന്ദേശം ശ്രേഷ്ഠമായി തീരും. തോമസ് അക്കമിസ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: Many follow Jesus Christ to the breaking up of his bread, but a few to swallow from the silence of his passion. റൊട്ടി പങ്കിട്ട് ഭക്ഷിക്കുന്നവരെ അനേകർ അവനെ പിന്തുടരുന്നു, എന്നാൽ അവൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതിനാകട്ടെ നാം ആരെയും കാണുന്നില്ല. കുരിശ് എന്താണ്? മേലോട്ട് ഉയർന്നു നിൽക്കുന്ന തടിക്കഷ്ണത്തെ അതിനേക്കാൾ ചെറിയൊരു തടിക്കഷ്ണം കൊണ്ട് കുറുകെ ചേർത്ത് വെക്കുമ്പോൾ ആകുന്നുവല്ലോ കുരിശായിത്തീരുന്നു. ഉയർന്ന ഭാവത്തെ വെട്ടുമ്പോൾ കുരിശിൻ്റെ യഥാർത്ഥ ജീവിത അനുഭവം, ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവം
നമ്മളിൽ ഉണ്ടാകും. കർത്താവ് ശിഷ്യന്മാരെ ആത്യന്തികമായി പഠിപ്പിച്ചു, ഇഫ് വൺ ലൈക്സ് ടു ഫോളോ ഹിം, ഹി മസ്റ്റ് ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് ദി ക്രോസ് ആൻഡ് ഫോളോ ഹിം. ഒരുവൻ യേശുതമ്പുരാനെ അനുഗമിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം വെടിഞ്ഞ് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ എന്ന്. കുരിശിൻ്റെ പാത വേദനയുടെയും ദുഃഖത്തിൻ്റെയും പ്രതിസന്ധികളുടെയും നൊമ്പരങ്ങളുടെയും ഒരു ആകത്തുകയാണ്. പൗലോസപ്പോസ്തലൻ ഇപ്രകാരം തൻ്റെ ക്രിസ്തുഗാഥയിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. ആപത്തോ രോഗമോ വാളോ നഗ്നതയോ പട്ടിണിയോ ഇവയൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. വലിയ നോയമ്പാചരണം ഈസ്റ്ററിൻ്റെ ആഘോഷമാണ്. ഈ വർഷം അതൊരു സജീവമായ ആഘോഷം കൂടിയാണ്. കാരണം ഏപ്രിൽ 20 ലോകമെമ്പാടുമുള്ള ക്രിസ്തു ഭക്തർ വിഭാഗീയത കൂടാതെ എല്ലാവരും ഒരു ദിവസം ഒരേ നാളിൽ ഈസ്റ്റർ ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുക. ഇലകൾ പൊഴിച്ച് നിർനിമേഷരായി മരക്കൂട്ടങ്ങൾ തങ്ങളുടെ ചില്ലകൾ വിറങ്ങലിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു ആർത്തുവരവിനായിട്ടാണ്. ആ നാളുകൾക്കായി നോക്കിപ്പാർക്കുന്ന, തളിരിടാൻ ഒരുമ്പെടുന്ന ആ നാളുകൾക്കായി. ലെൻ്റ് എന്ന പദം തന്നെ അർത്ഥമാക്കുന്നത് ഈ ശ്രേഷ്ഠമായ ആശയം തന്നെയാണല്ലോ. രുചി വെടിഞ്ഞ് രുചി പകരുവാൻ നാം തയ്യാറെടുക്കുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന ധൂർത്തും ആർഭാടവും തനിയെ മാറിക്കൊള്ളും. കാനാവിലെ വിവാഹ സൽക്കാരം പൗരസ്ത്യ സഭകളുടെ ആഴമേറിയ ഒരു ചിന്താവിഷയമാണ്. ഇനിയും അമാന്തിക്കേണ്ട, ഇതാണ് പ്രവർത്തിപ്പാനുള്ള സമയം, ആരംഭിക്കാനുള്ള നാഴിക. വിശുദ്ധ കന്യകമറിയാമിൻ്റെ വിശ്വാസത്തോടു കൂടിയ പ്രതികരണം അനേകരെ ക്രിസ്തു സ്നേഹത്തിലേക്കും കുരിശിൻ്റെ വെല്ലുവിളിയിലേക്കും ദൈവരാജ്യ അനുഭവത്തിലേക്കും നയിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ രഹസ്യം ക്രിസ്തു എന്ന രക്ഷകനിൽ ഒത്തുചേർന്ന് സഭ വിസ്മയത്തോടെ നോക്കിക്കാണും. കടന്നു വരുന്ന ഈസ്റ്റർ ആഘോഷം സമൃദ്ധിയുടെ മധ്യത്തിൽ നിസ്സംഗതരായി ജീവിക്കുന്ന പൊതുസമൂഹത്തെയും അകലം സൃഷ്ടിക്കുന്ന ആളുകളെയും അടക്കാനാകാത്ത രോഗമുള്ളവരെയും വേഗത്തിൻ്റെ ലോകത്ത് തളർന്നു കിടക്കുന്നവരെയും സുബോധം നഷ്ടപ്പെട്ട യുവതലമുറയെയും ശിരസുയർത്തി നടക്കാനാവാത്ത കൂനുള്ളവരെയും ബന്ധനങ്ങളിൽ അകലം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ ഈ വർഷം ലോകമെമ്പാടും ക്രിസ്തീയ സഭകൾ ഒരുമിച്ച് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഈ വാരാചരണം നാം നോക്കിപ്പാർക്കുന്ന, നാം ആചരിക്കുവാൻ പോകുന്ന ഈസ്റ്റർ ശ്രേഷ്ഠമായി തീരും. ക്രിസ്തുവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടുവാൻ ഈ വർഷത്തെ ഈസ്റ്റർ ഒരു ആഘോഷവും ഒരു ഭാഷയും ഒരു മാർഗവും ആകട്ടെ എന്ന് വിനീതമായി ഞാൻ ആശംസിക്കുകയാണ്. മരണം കൊണ്ടെൻ്റെ വന്നരക്കം നീ അകറ്റി, നിൻ മഹത്വം തേടി നീ എൻ്റെ കാലം കഴിപ്പാൻ അരുൾവ കൃപ. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞു, ജീവനറ്റ പാപികൾക്ക് നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചു, നിത്യജീവൻ കൊടുപ്പാൻ നീ
മരിച്ചു. Christ is risen. Truly he is risen. Christ is risen. Truly he is risen. Christ is risen.